ഈ മുന്നേറ്റം ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കും അതുപോലെ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മൂന്നാം ടേമിലേക്കുള്ള യാത്രക്കും സഹായകരമാകുന്ന രീതിയിൽ ഞങ്ങളിതിനെ കാണുകയാണ്. നിങ്ങളുടെ ഭാഷയിൽ അതിനെ എങ്ങനെ വേണമെങ്കിൽ വ്യാഖ്യാനിക്കുക. ഞങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? തീരുമാനിക്കുകയും പ്രവർത്തനം നടന്നു വരികയും ചെയ്യുകയാണ്. തെരഞ്ഞെടുപ്പ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഇന്ത്യയോടെ മത്സരിച്ച സ്വതന്ത്രൻ PV അൻവർ UDF വേണ്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ഒറ്റുകൊടുക്കുന്ന നിലപാടാണ് എന്ന് ഇപ്പോഴും പ്രകടമായി പുറത്തു വന്നിരിക്കുകയാണ്. ഞങ്ങളത് ആദ്യം മുൻകൂട്ടി തന്നെ പറഞ്ഞാണ്. DMK-യുടെയോ തൃണമൂൽ കോൺഗ്രസിൻ്റെയോ ഒക്കെ പേര് ഉപയോഗിക്കുമെങ്കിലും ആത്യന്തികമായി കേരളത്തിൽ രാഷ്ട്രീയ ബലാബലത്തിൽ രണ്ട് പ്രബലമായ ശക്തികളാണ് പരസ്പരം മത്സരിക്കുന്നത്, LDF-ഉം UDF-ഉം. അപ്പോൾ അൻവറിൻ്റെ യാത്ര UDF വേണ്ടിയാണ്. UDF-ൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വക്താവായിട്ട് വരാൻ പോവാണ് നാളെ എന്ന് അന്നേ ഈ കാര്യങ്ങൾ പാർട്ടി ജനങ്ങളോട് പറയുന്ന ആദ്യഘട്ടത്തിൽ തന്നെ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചതാണ്. അവിടെ തന്നെയാണ് എത്തിയത്. എന്തെല്ലാം പേര് പറഞ്ഞാലും UDF വേണ്ടിയുള്ള ഒരു നെറികെട്ട പ്രവർത്തനമാണ്, ഒറ്റുകൊടുക്കുന്ന നിലയാണ്, ജൂദാസിൻ്റെ രൂപമാണ് യഥാർത്ഥത്തിൽ അൻവറിൻ്റെ ഭാഗത്തുണ്ടായിട്ടുള്ളത് എന്ന കാര്യം തെരഞ്ഞെടുപ്പിൻ്റെ പ്രഖ്യാപനത്തോടെ പകൽ വെളിച്ചം പോലെ വ്യക്തമാകുന്നത്. എന്നാൽ ഈ തെറ്റായ എല്ലാ സമീപനങ്ങളെയും ചേർത്തുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വലിയ കുതിപ്പ് തന്നെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് സൃഷ്ടിക്കും. വൻ വിജയത്തോടുകൂടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് മുന്നേറാൻ കഴിയും എന്ന് തന്നെയാണ് തിരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. എന്തെല്ലാം അവസരവാദ കൂട്ടുകെട്ടുണ്ടാക്കാൻ UDF ശ്രമിച്ചാലും കാലുമാറി യൂദാസിനെ പോലെ ആ പാളയത്തിലേക്ക് പോകാൻ ശ്രമിച്ച അൻവറിനെ ആദ്യം, കാരണം പ്രതിപക്ഷ നേതാവിനുൾപ്പെടെ അഴിമതി ആരോപണം ഉൾപ്പെടെ ഉന്നയിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട സാമാജികരെന്ന രീതിയിൽ UDF-ൻ്റെ ഭാഗമായിട്ട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. പക്ഷേ UDF-ൻ്റെ അവസരവാദ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി അവരെ ഒപ്പം ചേർക്കാനും മാപ്പ് അഭ്യർത്ഥിച്ച നിലപാടിനെ സ്വാഗതം ചെയ്യാനും ഒക്കെയാണ് UDF തയ്യാറായിട്ടുള്ളത്. ഈ പരിസ്ഥിതിയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൃത്യമായ തിളക്കമുള്ള രാഷ്ട്രീയ നിലപാടുകൾ വെച്ചുകൊണ്ടും ഈ ഗവൺമെൻറ്റിൻ്റെ മൂന്നാം ടേമിലേക്കുള്ള യാത്രയിൽ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ടുള്ള മുന്നേറ്റം കൂടിച്ചേർത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കും തുടർന്ന് 2026 നടക്കാൻ പോകുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിലേക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മുന്നേറ്റം കുറിക്കത്തക്ക രീതിയിലൊരു മുന്നേറ്റം തന്നെ സൃഷ്ടിക്കാൻ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് സാധിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചാണ് പ്രധാനമായിട്ടും പറയാൻ ഉദ്ദേശിക്കുന്നത്. കുറേ കാര്യങ്ങളൊന്നും ഇപ്പോൾ പറയേണ്ടതില്ല. ഒരു 2026 നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സാമ്പിൾ ആയി ഇതിനെ കണക്കാക്കാം. സാമ്പിളൊന്നും ഈ കണക്കാക്കണ്ട. എന്തെല്ലാം സാമ്പിൾ കഴിക്കും, അങ്ങനെ പ്രത്യേകിച്ച് ഒരു സാമ്പിളൊന്നും കണക്കാക്കേണ്ട ഇത്രയേ ഉള്ളൂ. കണക്കാക്കേണ്ടതേ ഉള്ളൂ, ഇത്രയേ ഉള്ളൂ. അവിടുത്തെ ഈ മുന്നേറ്റം ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കും അതുപോലെ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മൂന്നാം ടേമിലേക്കുള്ള യാത്രക്കും സഹായകരമാകുന്ന രീതിയിൽ ഞങ്ങളിതിനെ കാണുകയാണ്. നിങ്ങളുടെ ഭാഷയിൽ അതിനെ എങ്ങനെ വേണമെങ്കിൽ വ്യാഖ്യാനിക്കുക. ഞങ്ങൾ എങ്ങനെയാണ് കാണുന്നത്?